ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തകോകം സത്യം പരം ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നത്തെ വിശിഷ്ടദിനമായ തിരുവോണം വാമനമൂർത്തിയുടെ ജന്മദിനമായതിനാൽ വാമനാവതാരത്തെക്കുറിച്ച് ഒരു ചെറിയ പ്രവചനം ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഹരേ കൃഷ്ണ. പണ്ട് ദേവാസുര യുദ്ധം അമൃതമഥത്തിന് ശേഷം നടന്നു. ആ യുദ്ധത്തിൽ ഇന്ദ്രനാൽ മഹാബലി വധിക്കപ്പെട്ടു. തത്സമയം അസുര ഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ആ മഹാബലിയെ പുനർജീവിപ്പിച്ചു. മഹാബലിയാവട്ടെ വീരപരാക്രമിയും മഹാശക്തനുമായി തീർന്നു. 99 അശ്വമേധയാഗങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ആയപ്പോൾ ദേവലോകത്തിൽ പോയി ദേവന്മാരെയൊക്കെ കീഴടക്കി. ദേവന്മാർ ഭയന്നിട്ട് പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്തു. 3 ലോകത്തെയും കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാബലി. അപ്പോൾ മഹാബലിക്ക് തോന്നി 100ാമത്തെ അശ്വമേധവും നടത്താമെന്ന്. അതാണ് ഭൃഗു ബ്രാഹ്മണരെ ഒക്കെ ഉപദേശിച്ചത്. അങ്ങനെ 100ാമത്തെ അശ്വമേധം നടത്തിക്കഴിഞ്ഞാൽ ദേവേന്ദ്രൻ്റെ സ്ഥാനം കിട്ടുക. അപ്പം അതിനു വേണ്ടിയിട്ട് നർമ്മദാ നദീതീരത്ത് വടക്ക് ഭാഗത്ത് യാഗശാല നിർമ്മിച്ച് അവിടെ യാഗം തുടങ്ങി. ദേവന്മാരുടെ ഈ കഷ്ടം കണ്ട് ദേവമാതാവായ അതിഥി സ്വന്തം ഭർത്താവിനെ സമീപിച്ച് വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കശ്യപ പ്രജാപതി, അതായത് ദേവന്മാരുടെ അച്ഛൻ, ഈ വിഷമങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലേ, ശരിയാകും. അതിന് നീ 12 ദിവസം കൊണ്ട് പയോവ്രതം അനുഷ്ഠിച്ചോളൂ. ഭഗവാൻ പ്രസന്നനായി നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞതും അതിഥി വളരെ കഠിനമായ വ്രതം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിച്ചു. ഭഗവാൻ പ്രസന്നനായി അവിടെ പ്രത്യക്ഷമായി. ഭഗവാൻ പറഞ്ഞു, ഈ ധർമ്മസങ്കടത്തിലുള്ള അങ്ങയുടെ സ്ഥിതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് വേണ്ട ഉപായങ്ങൾ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും പറഞ്ഞ് തിരോധാനം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ശ്രവണമാസം ശുക്ലപക്ഷം 12 തിഥി, തിരുവോണ നക്ഷത്രം, അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിച്ചു. എന്താ കാരണം? ബ്രഹ്മാദി ദേവന്മാരെല്ലാം കൂടി ഈ കഷ്ടത്തെ തരണം ചെയ്യുവാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തത് പ്രകാരമാണ് ഈ അവതാരം ചെയ്തിരിക്കുന്നത്. അതായത് ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർഭൂമൃത അഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജചക്ര പിശംഗവാസാ നളിനായ ദക്ഷണ ശ്യാമാവതാദോ ഝഷരാജകുണ്ടല ദിശോല്ലസ ശ്രീവദനാംബുജ പുമാൻ ശ്രീവത്സവക്ഷാവലയാംഗദോല്ലസ കിരീടകാഞ്ചീ ഗുണ ചാരുനൂപുരഃ. അതായത് ഭഗവാൻ 4 കൈകളോടുകൂടി ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ചുകൊണ്ട്, പീതവസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷനായി. എവിടെ? കശ്യപൻ്റെയും
അതിഥിയുടെയും ഗൃഹത്തിൽ അവർ വളരെ സന്തോഷത്തോടെ ഭഗവാനെ സ്തുതിച്ചു, അനുമോദിച്ചു. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ഹ്രസ്വനായ ഒരു ബ്രഹ്മചാരിയുടെ രൂപം ധരിച്ചു. അതുപ്രകാരം ബ്രഹ്മചാരിക്ക് ഉപനയനമൊക്കെ നടത്തണ്ടേ എന്ന് പറഞ്ഞ് കശ്യപ പ്രജാപതിയും ബ്രാഹ്മണരെല്ലാം ശ്രേഷ്ഠന്മാരും ചേർന്ന് ഉപനയമെല്ലാം വേണ്ട പോലെ നടത്തി കഴിഞ്ഞാൽ ബ്രഹ്മചാരിക്ക് പല വേഷവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ദേവന്മാരും ദേവികളായിട്ടാണ് ഇവിടെ വാമനന് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. സൂര്യൻ ബ്രഹ്മോപദേശം ചെയ്തു, അതായത് ഗായത്രി മന്ത്രം ഉപദേശിച്ചു. ബ്രഹ്മാവ് പൂണൂൽ കൊടുത്തു. കശ്യപൻ മേഖല മിഞ്ചിപ്പുല്ല് കൊടുത്തു. ബൃഹസ്പതി ബ്രഹ്മസൂത്രം, കശ്യപൻ മേഖല, ദണ്ഡം ഭൂമി, കൗപീനാച്ഛാദനം അതായത് വസ്ത്രം, കൗപീനം എന്നുള്ളത് അമ്മ അതിഥി കൊടുത്തു. വേദഗർഭൻ കമണ്ഡലു, ആകാശം കൊട, സപ്തർഷികള് ദർഭപ്പുല്ല്, സരസ്വതി അക്ഷമാല, കുബേരൻ ഭിക്ഷാപാത്രവും കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഭിക്ഷ സാധാരണ കൊടുക്കുന്നത് അമ്മയാണ്. ഇവിടെ ആരാ കൊടുത്തത്? ഭിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാദാദംബികാ സതീ. ഉമാദേവിയായ ഉമാദേവിയും അംബികയുമായ പാർവതി ദേവിയാണ് ആദ്യത്തെ ഭിക്ഷ വാമനന് കൊടുത്തത്. അങ്ങനെ ഇരിക്കെ വാമനൻ സകല വേഷവിധാനങ്ങളും അണിഞ്ഞുകൊണ്ട് മഹാബലി യാഗം ചെയ്യണ്ടല്ലോ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. യാഗശാലയിൽ പ്രവേശിച്ചു. പെട്ടെന്ന് ശുക്രാചാര്യർ നോക്കുകയാണ്, അവിടെ ഭയങ്കര തേജസ്സോട് കൂടിയിട്ട് ഒരു ബ്രഹ്മചാരി കടന്നു വരുന്നു. അപ്പോൾ വിചാരിച്ചു, ഇതെന്താ സൂര്യനാണോ വരുന്നത്, അല്ല ചന്ദ്രനാണോ, അല്ല സനത്കുമാരനാണോ എന്നുള്ളത് കൊണ്ട് അവർ അത്ഭുതപ്പെട്ടു അത്ര അവിടെയുള്ളവരൊക്കെ. ഏതായാലും മഹാബലി ആവട്ടെ ഈ ബ്രഹ്മചാരിയെ കണ്ട് ഉടനെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാല് കഴുകി ആ ഗംഗാജലം മൂർധാവിൽ ധരിച്ചു. എന്നിട്ട് പറയാണ്, സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണാൻ തപസാക്ഷാത് മന്യേ ത്വാര്യവപുർധരം. അതായത് വരിക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, വന്ന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം നടത്തി തരാം. മാത്രമല്ല അങ്ങ് നമ്മുടെ ഈ യാഗശാലയിൽ വന്നതിൽ ഞങ്ങളുടെ കുലമെല്ലാം പാവനമായിരിക്കുകയാണ്, പിതൃക്കളെല്ലാം വളരെ തൃപ്തരായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയാണ്, വജസ്തവൈ തജ്ജനദേവസൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം യസ്യ പ്രമാണം മൃഗവസാംബരായേ പിതാമഹ കുലവൃന്ദ പ്രശാന്ത. അങ്ങയുടെ കുലത്തെപ്പറ്റി എനിക്കറിയാം, വളരെ വിശിഷ്ടമായ കുലമാണ്. പ്രഹ്ലാദൻ പരമഭക്തനായ പ്രഹ്ലാദൻ ജനിച്ച കുടുംബമല്ലേ. മാത്രമല്ല അങ്ങയുടെ പിതാവ് വിരോധനൻ തൻ്റെ ആയുസ് മുഴുവൻ ദേവന്മാർക്ക് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്ന ഉദ്ദേശം വേറൊന്നുമല്ല, എനിക്ക് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കാലുകൊണ്ട് അളന്ന് 3 അടി മണ്ണ് തന്നാലും അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. ഇത് കേട്ട മഹാബലി, അതായത് 3 ലോകത്തിൻ്റെയും ഉടമയായി ഇരിക്കുന്ന അയാൾക്ക് കുറച്ച് ഗർവ് വന്നത്ര. എന്നിട്ട് പറയണ്, അഹോ ബ്രാഹ്മണയാദാദ വാചസ്തേ വൃദ്ധസമ്മതാ ത്വം ബാലോ ബാലിശമതി
സ്വാർത്ഥം പ്രത്യബുധോ യഥാ. ഈ കുട്ടിത്തം കാണിക്കണത് നീ വളരെ ബാലിശമായിട്ടാണല്ലോ പെരുമാറുന്നത്. ഈ 3 അടി മണ്ണ് കൊണ്ട് നീ എങ്ങനെ ജീവിക്കും? എനിക്കെന്താ വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന ആൾ പോയിട്ട് ഇനി നാളെ വേറൊരാളത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. അത് എന്നെ അവമാനിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളുന്നു. ഭഗവാൻ പറഞ്ഞു, എത്ര ആവശ്യമുണ്ട് അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേണ്ടാത്ത ആശിച്ചു കഴിഞ്ഞാൽ നാശം വരും. അതുകൊണ്ട് എനിക്ക് 3 അടി മണ്ണ് എൻ്റെ കാലുകൊണ്ട് അളന്നിട്ട് തന്നാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യ അവിടെ ഇരിക്കണ്ടേ. ശുക്രാചാര്യ ഉടനെ പറയാണ്, ഈ വന്നിട്ടുള്ള ആളുണ്ടല്ലോ, ഇത് വാമനനോ ബ്രഹ്മചാരിയോ ഒന്നുമല്ല, മഹാവിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ നിൻ്റെ എല്ലാ സ്വത്തുകളും അപഹരിച്ച് ദേവേന്ദ്രന് കൊടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സർവസ്വം വിഷ്ണുവേ ദത്വാ മൂഢ വർത്തിഷ്യസേ കഥം. അങ്ങനെ എല്ലാം നശിച്ചതിന് ശേഷം, സ്വത്തെല്ലാം നശിച്ചതിന് ശേഷം നീ എങ്ങനെയാണ് ജീവിക്കാൻ പോണേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മഹാബലി പറയാണ്, സത്യം ഭഗവതാ പ്രോക്തം. അങ്ങ് സത്യം തന്നെയാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ സർവസ്വം തന്ന കരുണാനിധിയായ ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്നു എങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് നിറവേറ്റി തന്നെ ചെയ്യും. ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ ശുക്രാചാര്യർക്ക് ഭയങ്കര ദേഷ്യം വന്നു. ശശാപ, ശപിച്ചു. എന്ത് ശപിച്ചു? മച്ഛാസനാദികയോ യസ്ത്വമിചിരാത് ഭ്രശ്യതേ ശ്രേയ. എൻ്റെ ഉപദേശം കേൾക്കാത്ത നീ ഉടനടി നശിച്ചു പോവും. ആണ് ശപിച്ചത്ര. എന്നാൽ മഹാബലിക്ക് ഒരു വിധമായ ചലനം വന്നില്ല. മഹാബലി ഉറച്ച സ്ഥലത്ത് തന്നെ നിന്ന് ആ സമയത്ത് പുറപ്പെട്ടു. ആ സമയത്ത് സ്വന്തം ഭാര്യയായ വിന്ധ്യാചലി സ്വർണ്ണ കമണ്ടലുവിൽ വെള്ളത്തോടുകൂടി അദ്ദേഹത്തെ സമീപിച്ചു. എന്താ ചെയ്യേണ്ടിട്ടുള്ളൂ എന്ന് ഭാവത്തിൽ. അതായത് ഭർത്താവിൻ്റെ ഇംഗിതം മനസ്സിലായി ചെയ്യുന്ന ഭാര്യയാണ് ശരിയായ നല്ല ഭാര്യ. അതേപോലെ ഭാര്യയുടെ ഇംഗിതം അറിഞ്ഞ് ഭർത്താവ് പ്രവർത്തിക്കണം, അല്ലേ? അപ്പോഴല്ലേ കുടുംബജീവിതം നന്നായിരിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വെള്ളം കൊണ്ട് മഹാബലി വാമനൻ്റെ കാല് കഴുകി കഴിഞ്ഞതും ഉടനെ എന്ത് സംഭവിച്ചറിയോ? തദ്വാമനം രൂപ അവർദ്ധതാദ്ഭുതം ഹരേനനന്ദസ്യ ഗുണത്രയാത്മകം. അങ്ങനെ വാമനം വളർന്ന് മുകളിലേക്ക് അങ്ങോട്ട് പോവാണത്ര. എത്ര ഉയരത്തിലേക്ക്? ദേവലോകം എത്തിക്കഴിഞ്ഞു എന്ന്. അതായത് വിശ്വരൂപ ദർശനം. വിശ്വരൂപ ദർശനം ഇങ്ങനെ എവിടെ വർണ്ണിക്കുന്നത്? പുരുഷസൂക്തത്തിൽ സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യധിഷ്ഠദ്ജാങ്കുലം. അങ്ങനെ വിശ്വരൂപത്തിൽ എല്ലാവരും ഭഗവാനെ കണ്ടു. ഉടനെ തന്നെ ഭഗവാൻ ഒരു കാലുകൊണ്ട് ഭൂലോകം ആകാശവും വളർന്നു. ഞാൻ 2ാമത്തെ അടി കൊണ്ട് ദേവലോകവും വളർന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, 3ാമത്തെ അടിക്ക് എവിടെയാ സ്ഥലം? ഒരു അണു പോലും ഇല്ലല്ലോ നിൻ്റെ അടുത്ത്. ചോദിച്ചപ്പോൾ ഈ ഭൂമിയും ആകാശവും ദേവലോകമൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടെ ബ്രഹ്മാദിയോ ലോകനാഥ സ്വനാഥായ സമാധൃത സാനുക ബലിമാജഹ്രോ സംക്ഷിപ്താത്മവിഭൂതയേ. ബ്രഹ്മാദേവന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. വിജയ ജയ വിജീഭവ ജയ വിജീഭവ എന്ന് പറയാൻ തുടങ്ങി. ആ സമയത്ത് ജാമ്പവാനായിട്ട് ഭേരുവാദ്യം മുഴക്കി 3 ലോകത്തിലും പോയിട്ട് ജയ വിജീഭവ. അത്ര സന്തോഷം. അതൊക്കെ കണ്ട് അസുരന്മാർ അവിടെ നിൽക്കുകയാണ്. അവർക്ക് തോന്നി, ഈ ആൾ വന്നിരിക്കുന്ന ആൾ ശരിയില്ലല്ലോ. ദേവന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വന്ന വിഷ്ണുവാണ്. അതുകൊണ്ട് മഹാബലിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉടനെ തന്നെ ആയുധങ്ങളെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ആ യുദ്ധത്തിൽ കുറേ അസുരന്മാർ മരിച്ചു. ഇത് കണ്ട് മഹാബലി പറയുകയാണ് ഇവരോട്,
അങ്ങനെ നീ യുദ്ധമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സമാധാനത്തോടു കൂടി കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ അടി കൊടുത്തിട്ടില്ല അല്ലേ? ഇപ്പോൾ ഗരുഡൻ വന്നിട്ട് മഹാബലിയെ വാരുടെ പാശം കൊണ്ട് കെട്ടിയിട്ടത്ര. ഭഗവാൻ ചോദിക്കുകയാണ്, മൂന്നാമത്തെ അടി എവിടെയാണ് വെക്കേണ്ടതെന്ന്. അപ്പം മഹാബലി വിനയത്തോടുകൂടി അഞ്ജലിബദ്ധനായിട്ട് പറയാണ്, യദ്യുത്തമശ്ലോക ഭവാൻമേരിതം വചോവ്യലീകം സുരവര്യമാന്യതേ കരോസ്മൃതം തന്ന ഭവേത് പ്രളംബനം പദം തൃതീയം കുരുശീർഷ്ണമേ നിജം. താങ്കൾ ചോദിച്ചു, മൂന്നാമത്തെ അടിയിൽ ചോദിക്കണേ നിൻ്റെ തലയിൽ വെച്ചോളൂ. അപ്പോൾ ഒരു സംശയം, 2 അടി ഭൂലോകവും ദേവലോകമൊക്കെ അളന്ന ആൾക്ക് മൂന്നാമത്തെ അടി എങ്ങനെ ശിരസിൽ വെച്ചാൽ മതിയാവുകയെന്ന്. താൻ തൻ്റേതിനേക്കാളും വലുതല്ലേ താൻ. അപ്പോൾ ആ അളന്നിട്ട് എത്രത്തോളം അതുണ്ടോ അതിനേക്കാട്ടിലും വലുതല്ലേ, അതുകൊണ്ട് തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് വിനയത്തോടു കൂടി ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പരമഭക്തനായ പ്രഹ്ലാദൻ, അതായത് മഹാബലിയുടെ മുത്തശ്ശൻ, അവിടെ വന്നു പ്രത്യക്ഷനായി. എന്നിട്ട് പറയുകയാണ് ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ അങ്ങാണ് ഈ സ്വത്തൊക്കെ കൊടുത്തത്, ഈ ശക്തിയും സ്വത്തും എല്ലാം കൊടുത്തത് നിങ്ങളാണ്. ആ സ്വത്ത് അങ്ങോട്ട് നിങ്ങൾ തിരിച്ചെടുക്കണം, അതിൽ യാതൊരു വിധമായ തെറ്റുമില്ല, നിങ്ങൾക്ക് സമ്മതം തന്നെയാണ്, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇത്രയും പുണ്യവാനായ മഹാബലിയെ നിഗ്രഹിക്കരുത് അപേക്ഷിക്കാണ്. അതുകണ്ട് ഭയാചകിതയായിട്ടുള്ള വിന്ധ്യാവതി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഞങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഭഗവാനെ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ, നിഗ്രഹിക്കരുതേ. മാത്രമല്ല ബ്രഹ്മാവ് പറയണം, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു ഭഗവാൻ. ആയതുകൊണ്ട് മുഞ്ചൈനം ഇദ്ദേഹത്തെ വിട്ടയച്ചേക്കൂ, നാ അയം അർഹതി നിഗ്രഹം, ഇദ്ദേഹത്തെ വധിക്കാൻ പാടില്ല എന്ന് ബ്രഹ്മാവും ചോദിച്ചത്ര. ആ സമയത്ത് ഭഗവാൻ പറയുകയാണ്, ഞാനിപ്പോൾ ചെയ്തതെല്ലാം മഹാബലിയുടെ അഹങ്കാരം മാറ്റാനാണ്. നീ സകല സിദ്ധികളും കൈവന്നവനാണ്. സുതലത്തിൽ ബന്ധുമിത്രാളുടെ കൂടെ വസിച്ച് നീ ഒടുവിൽ എൻ്റെ സാഹിത്യം പ്രാപിക്കും എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് താവത് സുതലമധ്യസ്ഥാം വിശ്വകർമ്മ വിനിർമ്മിതം, വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. ആരുടെ കൂടെ? എല്ലാ അസുരന്മാർ, നമ്മുടെ പ്രഹ്ലാദൻ, എല്ലാവരും കൂടി അവിടെ സുതലത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ പറയാണ്, ആ സുതലത്തിൽ എന്നും 24/7 ഞാൻ എന്നും ഗതധാരിയായിട്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാവും, യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചത്രേ. അത് കഴിഞ്ഞ് എടുത്ത് സ്വത്തെല്ലാം എടുത്ത് ദേവേന്ദ്രന് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ വാമനാവതാരം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നു. ഇതിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഏതൊരു അവതാരം എടുത്താലും ആ അവതാരത്തെപ്പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് ആർക്കൊക്കെ അവതാരകഥാ പ്രശ്ന പുരുഷാൻ സ്ത്രീൻ പുനാതി വക്താരം പ്രച്ഛ്രകം ശ്രോത്രേൻ തത്പാദസലിലം യഥാ. ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം പോലെ നമുക്ക് ആർക്കൊക്കെ, വക്താരം പറയുന്ന ആൾക്ക്, പൃച്ഛ്രകം ചോദിച്ച ആൾക്ക്, ശ്രോത്രീൻ കേട്ടവർക്ക് എല്ലാവർക്കും പുനാതി പുണ്യമേ അനുഭവിക്കുള്ളൂ എന്ന് പറയണേ. ഏത് ഈ അവതാരത്തില്ല, എല്ലാ അവതാരത്തിനും ഇത് ബാധകമാണ്.
ഈ അവതാരത്തിൻ്റെ വിശേഷ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം തീർന്ന് അവസാനം നമ്മൾ സദ്ഗതിയെ പ്രാപിക്കും എന്ന് പറഞ്ഞു. എനിക്കിവിടെ 2 വാക്കുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, തിരുവോണ ദിവസം ഭഗവാനെ പൂജിക്കുക, ബന്ധുമിത്രാദികളുടെ കൂടെ ഓണസദ്യ ആസ്വദിക്കുക എന്നിവ അഭികാമ്യമാണ്. അല്ലാതെ ഇപ്പോൾ ചിലർ ചെയ്യുന്നത് പോലെ മഹാബലിയുടെ കുടവയറുള്ളവനായും ഓലക്കുട ധരിച്ചവനായും ചിത്രങ്ങളിലൂടെയും ആൾവേഷം കെട്ടിച്ചും ഒരു തെരുവ് തണ്ടിയെപ്പോലെ കോമാളിയെപ്പോലെ ചിത്രീകരിച്ച് ആസ്വദിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ഒട്ടും യോജിച്ചതല്ല. മഹാബലി അതിഥിയായി സ്നേഹാന്വേഷണത്തിനാണ് ഇവിടെ വരുന്നത് എന്നാണല്ലോ ഐതിഹ്യം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വേണ്ടതുപോലെ സ്വീകരിച്ച് ആതിഥ്യം ചെയ്യുന്നതായിട്ടല്ലേ ചിത്രീകരിക്കേണ്ടത്? എല്ലാവരും ഈ കാര്യം ഒന്ന് മനസ്സിരുത്തി അതുപോലെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ വളരെ നന്നത്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖവാൻ ഭവേത്. എല്ലാവർക്കും ആയുരാരോഗ്യ സമൃദ്ധിയോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രവചനം ഉപസംഹരിക്കുകയാണ്, ഭഗവാന്റെ അടുത്ത് സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.